എന്നാ നമ്മള് കർക്കിടം 5-6 ഉള്ളൂ. എത്ര പെട്ടെന്ന് നമ്മളെ മരുന്ന് തീർന്നല്ലേ. അവര് നന്നായി ബുദ്ധി തോന്നി എന്നായിട്ട് എന്തായാലും. അപ്പൊ 25 2 ബാക്കിയുള്ളൂ. വെറും 2 കുപ്പിയല്ലേ ബാക്കിയുള്ളൂ. അതന്നെ ടേസ്റ്റ് നോക്കിക്കോ നമ്മള്. അതാ മോളെ 2 കുപ്പിയുള്ളൂ ഇപ്പൊ ബാക്കി. ഇത്ര പെട്ടെന്നാ തീർന്ന്. അതല്ല ഇപ്പൊ മറ്റന്നാള് മറ്റേ ബദാമിന്റെ പണി നോക്കണേ വേഗം. നമുക്ക് അത് വേഗം നോക്കണം. ഇപ്പൊ ജീവ നമ്മളോട് അറിയിക്കില്ല ഞാനില്ല. എനിക്കിപ്പൊ നടക്കാതെ നോക്കാം. ഓളും പയ്യടാ നയിപ്പിക്കുണ്ടാവും. അതാണ് ആൾക്കാർക്കല്ലേ നമ്മളാദ്യം തുടങ്ങുമ്പോ വിചാരിച്ചിട്ട് ആരും ഉണ്ടാവില്ല. നമുക്കിത് സംഭവം ആദ്യം അറിഞ്ഞൊന്നും കൂടെയല്ലോ. അതാ മോളെ ഞാനും വിചാരിച്ചിട്ട് ആരും വാങ്ങിയതാണ്. എല്ലാം അങ്ങ് തീർന്നു നോക്കി. നമുക്ക് മറ്റന്നാളത്തെ സ്റ്റാറ്റസ് വെക്കണേ. സ്റ്റാറ്റസ് വെക്കണം. എന്തായാലും ഷീബേച്ചിനോട് ചോദിച്ചു നോക്കാം. ലേഖ ഉണ്ടാക്കുന്നുണ്ട് 30 ഉണ്ടാവുമെന്ന്. വേണ്ട ഇനി വേണ്ട. നമുക്ക് ഈ മരുന്ന് വേഗം തീർന്നിക്കല്ലേ. ഇനി ചേറാരെയും വേണ്ട. ഇപ്പോൾ മൂന്നാളും മതി. അല്ല എല്ലാരും മരുന്നും ഉണ്ടാക്കി ഇവിടെ തന്നെ കൂടുക. പോന്നൊന്നുമില്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന്. മരുന്ന് ഉണ്ടാക്കലും കഴിഞ്ഞിക്ക് ചെലവാകലും കഴിഞ്ഞിക്ക്. ഞാളിപ്പോ മറ്റന്നാള് മറ്റേ മരുന്ന് ഉണ്ടാക്കുന്നുണ്ട് ബദാമിന്റെ. അതിന്റെ ചീട്ടല്ലിട്ടത്. ശരി തുടക്കല്ലോ നോക്കി ഷീബേച്ചിയെ. കാരണം അടുത്തേ തുടങ്ങണ്ടേ. ഞങ്ങക്ക് നല്ല ലാഭവും കിട്ടിയെങ്കിൽ. നിങ്ങളോട് എത്ര ചോദിച്ചിക്ക് ഞാള്. ഇല്ല നിങ്ങളെല്ലാം തീർത്ത്. എനിക്കൊരു കുപ്പി വെച്ചിട്ടില്ലേ. ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. അതിനോ നിങ്ങൾക്ക് ഷീബേച്ചിക്ക് വെച്ചിക്ക് എന്തായാലും അതിന്റെ ടേസ്റ്റ് നോക്കാലോ. എന്തായാലും എല്ലാവരും പോയി ചായ കുടിക്കാലോ. അല്ല സൗമ്യ ഷീബ എന്നോട് മരുന്ന് ഏൽപ്പിച്ചില്ല. മരുന്നിന് ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. അന്ന് എന്നോട് കളിയാക്കല്ലേ നമുക്ക്. അതിന്റെ ലാഭത്തിന്റെ പറഞ്ഞേ. അതാണ് ഇനിയിപ്പോ വരാൻ കൂടെ കേട്ടോ. ഇപ്പൊ ചേർന്ന് കൂടുട്ടോ. ഈ ലാഭത്തിന്റെ കാര്യം പറയണ്ടേ. ഇതൊക്കെ നല്ല ലാഭമൊക്കെ കിട്ടിയിരിക്കുന്നു കേട്ടോ. മരുന്നുണ്ടാക്കിയിട്ട് അങ്ങനെ തന്നെന്ന് ഞാട്ട് കൂടുകയില്ല. അപ്പോഴത്തേക്ക് ഒരു അതിശയ പിടിച്ചൊരു വന്നത് എനിക്ക് പനി. ഞാനും കൂടുകയില്ലേ. നല്ല ലാഭമാണ്. ഞാൻ ചായ എടുക്കുമ്പോ നിങ്ങൾക്ക് ഒരുമിച്ച് കുടിക്കാൻ വെച്ചിട്ട് ഒരു സുഖല്ലേ ഒരുമിച്ച് കുടിക്കാൻ. ഒറ്റയ്ക്ക് കുടിക്കണ്ടേ. അല്ല എന്നാ എന്റെ മരുന്ന് എടുത്ത് തന്നേക്ക് ഞാൻ പോട്ടാൻ പാട്ട് വെച്ച്. ചായ കൊണ്ടു തന്നാൽ മരുന്ന് എടുക്കാൻ മറന്നു വയ്ക്കപ്പോ ഞാൻ കൊണ്ടുതരാം. എവിടെയും പോയില്ല. ഇവിടെ തന്നെ ഉണ്ട്. ഞാനെന്തായാലും ടെസ്റ്റ് കൂടി നോക്കിയില്ല. നിങ്ങളൊന്ന് നോക്കി നോക്കി കൊണ്ടുപോയി. രോഹിണി ചേച്ചിന്റെ മോക്ക് വെച്ചിക്കോ. ആ കുട്ടി ഒരു കാറ്റിന് മറിഞ്ഞു പോകാനുള്ളൂ എന്ന് പറയുന്ന കേട്ടിക്ക്. അല്ല സൗമ്യ രോഹിണി ചേച്ചിയുടെ മോള് കാറ്റിന് മറിഞ്ഞു പോയാൽ എന്താ വായോ മരത്തകറ്റാനാ എന്താ ഇങ്ങനെ പറഞ്ഞേ? അല്ല ബിന്ദു അത് രോഹിണി ചേച്ചിന്റെ മോൾ അത്രയല്ലേ ഉള്ളൂ. ഓല അങ്ങനെ പ്രത്യേകം പറഞ്ഞിക്ക് എന്നോട് മരുന്ന് എന്തായാലും വെക്കണം എന്ന്. അതാകെ ഒരു ആമ്പാടി പോലെയാട്ടിയുള്ളൂ. ശിവേച്ചിയെ എല്ലാവർക്കും 750 ഞാൻ വിറ്റത്. നിങ്ങൾക്ക് ആയോണ്ട് 650 തരുന്നതാട്ടോ. അല്ല ഇതിന് പൈസ വേണോ? നിങ്ങൾക്ക് കുറെ ലാഭം കിട്ടിയില്ലേ. അമ്പാകല്ലേ നിങ്ങൾ ഈ പാതിയല്ലേ വതാലേക്ക് ഉണ്ടാക്കി നോക്കുന്നേ. അതുകൊണ്ട് ഇതെനിക്ക് ഞാൻ പൈസ തരികയല്ല. ബാക്കി നിങ്ങൾ രോഹിണിക്കോ കാർത്തികയ്ക്കോ ആരോട് കൊടുത്താലേ ഞാൻ ഓരോ വരുത്തലം കണ്ടിട്ട് എന്ത് നല്ല ചിരിയും കളിയും കൊണ്ടാ വന്നത്. ഇപ്പൊ എല്ലാം കൂടി കണ്ടില്ലേ. ഒരു ടേസ്റ്റ് നോക്കാറുണ്ട്. ഉമ്മ എടുത്തിക്കോ. ഇങ്ങനെ എന്താക്കൂ. അതല്ലേ മോളെ മകന് ലാഭം കൊണ്ടോട് പോയി. ഇതിപ്പോ ഒന്നുമില്ല. മണ്ണും ചായയോ പെണ്ണു കൊണ്ടുപോയി.